വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ പൗഡർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് നല്ലോണം കുഴക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. നല്ല കൊട്ടുള്ള പീസ് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. എൻ്റെ അമ്മക്ക് കളറൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറിലാണ് ഇത് കുഴച്ചെടുത്തത്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. വേറൊരു പാത്രം വെക്കാം. അതിലേക്ക് നമ്മൾ ഓയിലാണ് ചേർക്കുന്നത്. അത് വറുത്ത് കോരാനുള്ള ആവശ്യത്തിന് ഓയിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ മസാല പഴക്കിയ ചിക്കൻ നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മളിത് പിന്നീട് അത് കോരി എടുക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത ബാച്ചും കൂടി പൊരിക്കാനിടാം. നമ്മളതും വറുത്ത് കോരുന്നുണ്ട്. നമുക്കിനി വേറൊരു പാത്രം വെച്ചിട്ട് ആ വറുത്ത് കോരിയതിനകത്ത് നിന്ന് കുറച്ച് എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് അതിലോട്ട് നല്ലോണം ഇളക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് 5 ഉള്ളിയാണ് ഇടുന്നത്. അത് പൊട്ടിച്ച് നല്ലോണം ഇളക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ സോസെല്ലാം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഡാർക്ക് സോയാ സോസാണ് ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. അല്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വറുത്ത് കോരി വെച്ച ചിക്കൻ ചേർക്കുന്നുണ്ട്. ആ ചിക്കനെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കണം.
ഇവിടെ ആർക്കും ഗ്രേവി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഗ്രേവി ആക്കാത്തത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇളക്കിയിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം, അന്നേരം ഗ്രേവിയോടെ കിട്ടും. ഇവിടെ ആർക്കും ഗ്രേവി ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു തന്നെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.